ഹരേ കൃഷ്ണ. നല്ലൊരു ഭക്തന് ധാരാളം ഗുണങ്ങളുണ്ട്. അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് നല്ലൊരു ഭക്തൻ്റെ ഗുണങ്ങളെന്ന് നോക്കാം. അവർ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്യില്ല. നമ്മൾക്ക് ദ്രോഹം ചെയ്യുന്ന ക്ഷുദ്രജീവികളെപ്പോലും അവർ ഒന്നും ചെയ്യില്ല. ഈ പാറ്റ, കൊതുക്, ഈച്ച ഇങ്ങനെയുള്ളവയൊക്കെ ഒന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, ഇനി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരോട് തർക്കിക്കുകയും ചെയ്യും. എന്നിട്ട് ചോദിക്കും, എന്തിനാ ഈ പാവം ജീവികളെയൊക്കെ ഇങ്ങനെ കൊല്ലുന്നത്? വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിട്ടാൽ പോരെ എന്നൊക്കെ. അല്ലാതെ ഈ പാവം ജീവികളെയൊക്കെ കൊല്ലണോ എന്നൊക്കെയായിരിക്കും ഇവരുടെ വാദങ്ങൾ. ജീവികളോട് മാത്രമല്ല, പ്രകൃതിയെയും ഇവർ വളരെയേറെ സ്നേഹിക്കും. ഇനി ആരെങ്കിലും ഇവരെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്താൽ അതൊന്നും ഇവരെ ബാധിക്കില്ല. അവർ ശത്രുവായി കണ്ടാൽ പോലും ഭക്തർക്ക് അത് ഒരു ശത്രു ആയിരിക്കില്ല. മാത്രമല്ല, അവർക്ക് ആ ദ്രോഹം ചെയ്തവർക്ക് ഒരാവശ്യം വന്നാൽ അവരെ സഹായിക്കാൻ ഈ ഭക്തരായിരിക്കും മുന്നിലുണ്ടായിരിക്കുക. ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, അയാളല്ലേ നിങ്ങൾക്ക് മുൻപ് ദ്രോഹം ചെയ്തത്, എന്നിട്ട് നിങ്ങളെന്തിനാ അയാളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നിങ്ങളൊരു ചെറു ചിരിയിൽ ഒതുക്കും. എന്നിട്ട് അവരെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ പറയും, അത് എൻ്റെ സമയദോഷം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. മാത്രമല്ല, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ നിങ്ങളുടെ മനസ്സും വേദനിക്കും. തന്നെ കൊണ്ടാവുന്ന സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഒരു പ്രയാസങ്ങളും നിങ്ങളെ അലട്ടില്ല. നിങ്ങൾ ഭക്തരാകുമ്പോൾ, നിങ്ങളുടെ കൂടെയുള്ളവർ വേവലാതിപ്പെടുമ്പോൾ നിങ്ങൾ കൂളായിരിക്കും. ഇനി ഇതേക്കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അതെല്ലാം എൻ്റെ ഭഗവാൻ നോക്കിക്കോളും എന്ന് പറയും നിങ്ങൾ. അതെ, എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ തന്നെ സോൾവ് ആക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അത് നേരിടാനുള്ള ശക്തി, ആർജവം അതൊക്കെ നിങ്ങൾക്ക് ഭഗവാൻ തരും. നിങ്ങൾക്കൊപ്പമുണ്ടാവും ഭഗവാൻ. ആ ഭക്തരുടെ ക്ഷേമം മാത്രമേ ഭഗവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഭക്തിയിലേക്ക് ഇതുവരെ വരാത്ത, ഭക്തരെ കുറ്റം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഭഗവാനോട് നിർമ്മല ഭക്തിയുള്ള കുറച്ച് പേരുടെ ജീവിതം അവർ പോലും അറിയാതെ നിങ്ങൾ നോക്കിയാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു ഭക്തൻ അനുഭവിക്കുന്ന സമാധാനം, ശാന്തി. അത് അവരുടെ മുഖത്തു നിന്നും അവരുടെ പ്രവൃത്തിയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഒരു കൗൺസിലിങ്ങും ഈ ഭക്തർക്ക് വേണ്ടി വരില്ല. നല്ല മനക്കരുത്തുണ്ടാവും. അവർക്ക് എപ്പോഴും സന്തോഷം മാത്രം അനുഭവിക്കാനുണ്ടാവുള്ളൂ മനസ്സിൽ. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും അവരെ ബാധിക്കുകയുമില്ല. മാത്രമല്ല, എത്രയൊക്കെ ആരെങ്കിലും പ്രകോപിപ്പിക്കാൻ നോക്കിയാലും തിരിച്ചവർ ദേഷ്യപ്പെടുകയോ അതിന് മറുപടി തരികയോ ഇല്ല. തൻ്റെ ആവശ്യങ്ങൾക്കായി ഭഗവാനെ സമീപിക്കുന്ന ഭക്തരുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. എല്ലാം ഭഗവാൻ സമർപ്പിച്ച് നിഷ്കാമ ഭക്തിയോടെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ കാര്യമാണ് പറഞ്ഞത്. ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങൾ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.